പറഞ്ഞില്ലേ റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണത്തെ ഓണം നമുക്ക് റോയൽ നിന്നായാലോ? ടാറ്റ ടിയോഗക്കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, തീർന്നിട്ടില്ല, ഒരു മലേഷ്യൻ ട്രിപ്പും കൂടി ഉണ്ട്. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം. പാഞ്ഞാളിൽ തോട്ടിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് ഒഴുക്ക് ഭാഗികമായി തടസ്സപ്പെട്ടു. തോട് കയ്യേറ്റം സംബന്ധിച്ച് CCB നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതിനു പിറകെയാണ് 2 മരങ്ങൾ തോട്ടിലേക്ക് കടപുഴകി വീണത്. തോട്ടിൻകരയിലെ 2 വലിയ മരങ്ങളാണ് കടപുഴകി തോട്ടിലേക്ക് വീണത്. മഴ ശക്തമായാൽ സമീപത്തെ കൃഷിസ്ഥലങ്ങളിലേക്ക് വെള്ളം കയറി വൻ കൃഷിനാശമുണ്ടാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. പാഞ്ഞാളിൽ കയ്യേറ്റ ഭീഷണിയിലായ തോട്ടിലാണ് ഇപ്പോൾ മരങ്ങൾ വീണ് ഒഴുക്ക് ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുന്നത്. മുൻപ് തോട് കയ്യേറിയ സംഭവം CCB വാർത്തയായി പുറത്തുവിട്ടിരുന്നു. മഴക്കാലമായതിനാൽ തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ വരവ് വർദ്ധിച്ചിരിക്കുകയാണ്. തോട്ടിൽ വീണ മരങ്ങൾ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ സാരമായി ബാധിച്ചിരിക്കുന്നു. മഴ കൂടുതൽ ശക്തമാകുകയും വെള്ളത്തിന്റെ വരവ് കൂടുകയും ചെയ്താൽ തോട്ടിലെ പ്രതിബന്ധം മൂലം വെള്ളം ഗതിമാറി സമീപത്തെ കൃഷിസ്ഥലങ്ങളിലേക്ക് ഒഴുകാൻ സാധ്യതയേറെയാണ്. ഇത് വലിയ രീതിയിലുള്ള കൃഷിനാശത്തിന് വഴിതെളിക്കും. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് നാട്ടുകാർ നിവേദനം നൽകിയിട്ട് ഏകദേശം 2 ആഴ്ച പിന്നിടുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കൃഷി ആവശ്യങ്ങൾക്കായി പ്രധാനമായും ഉപയോഗിക്കുന്ന ഈ തോട്ടിൽ വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ കർഷകരും അവരുടെ വിളകളും വലിയ പ്രതിസന്ധിയിലാണ്. പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന ഈ അനാസ്ഥയ്ക്കെതിരെ ജനങ്ങൾക്കിടയിൽ കടുത്ത രോഷമാണ് ഉയരുന്നത്. എത്രയും വേഗം തോട്ടിലെ മരങ്ങൾ നീക്കം ചെയ്ത് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് CCV ന്യൂസ്. ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ.